ഖാന്റെ ഹാട്രിക്. ശരിക്കും 2023 എന്ന് പറയുന്നത് ഷാരൂഖ് ഖാൻ നമുക്ക് സമ്മാനിച്ച മൂന്നാമത്തെ ഹിറ്റ് ചിത്രം എന്ന് തന്നെ പറയാം ഡങ്കിയെക്കുറിച്ച്. ഷാരൂഖ് ഖാൻ ആൻഡ് രാജ്കുമാർ ഹിരാനി ആദ്യമായിട്ടാണ് അവർ ഒരുമിക്കുന്നത് ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട്. പക്ഷേ അത് ഇത്ര വലിയ ഹിറ്റായി മാറുമോ എന്നുള്ളത്. ഷാരൂഖ് ഖാനിൽ നിന്ന് തുടങ്ങിയാൽ അദ്ദേഹം പഠാൻ സമ്മാനിച്ചു 2023 ആദ്യം ജനുവരിയിൽ. അതിനുശേഷം സെപ്റ്റംബർ ആയപ്പോൾ ജവാൻ എന്ന മൂവി നമുക്ക് സമ്മാനിച്ചു. 2023 അവസാനിക്കുന്ന ഈ ഒരു ഡിസംബർ വേളയിൽ നമുക്ക് സമ്മാനിച്ച സിനിമ ഡങ്കി. ഈ മൂന്ന് സിനിമകളും സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റുകളാണ് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് തിയേറ്ററിൽ പോയി കാണാം. വളരെ ഇമോഷണലി നമ്മളെ കണക്ട് ചെയ്യുന്ന ഒരു സിനിമയാണ് ഡങ്കി. കാരണം രാജ്കുമാർ ഹിരാനിയുടെ ഇതിനു മുമ്പുള്ള PK പോലുള്ള സിനിമകൾ അല്ലെങ്കിൽ മുന്നബായി MBBS പോലുള്ള സിനിമകളൊക്കെയും നമുക്കറിയാം എത്രത്തോളം നമ്മളുടെ ഒരു ഇഷ്ടം നേടിയ ചിത്രങ്ങളാണ് അതെന്ന്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമേ അല്ല ഈ ഒരു സിനിമയും. കാരണം അദ്ദേഹത്തിൻ്റെ മേക്കിംഗ് മാത്രം നമ്മളെ അങ്ങനെ ആകാംക്ഷയോടെ കാണിക്കുന്ന ഒരു സിനിമ തന്നെയായി ഡങ്കി മാറിയിരിക്കുകയാണ്. ഞാൻ വീണ്ടും ആ ഇമോഷണൽ കണക്റ്റിലേക്ക് വരാം. ഇതിൻ്റെ ഫസ്റ്റ് പോർഷൻ, അതായത് ബ്രേക്കിന് മുന്നേ വരെ പറഞ്ഞു നിർത്തുന്നത് നല്ല ഗംഭീര കോമഡികളൊക്കെയാണ്. ഒരു ഹിന്ദി സിനിമയെ സംബന്ധിച്ച് കോമഡി വർക്കൗട്ട് ആവുക എന്നൊക്കെ പറയുന്നത് ഇച്ചിരി ഡിഫിക്കൽട്ടാണെന്ന് കേട്ടിട്ടുണ്ട്, കണ്ടപ്പോഴും മനസ്സിലായുള്ളൊരു കാര്യമാണ്. ഫസ്റ്റ് ഹാഫ് കംപ്ലീറ്റ്ലി നമ്മളെ ഒരുപാട് എൻ്റർടൈൻ ചെയ്യിക്കുന്നുണ്ട് കോമഡി രൂപത്തിൽ. എന്നാൽ സെക്കൻഡ് ഹാഫിലേക്ക് പോകുമ്പോൾ കഥയുടെ യഥാർത്ഥത്തിലുള്ളൊരു ജീവൻ ഇരിക്കുന്നത് ആ സെക്കൻഡ് ഹാഫിലാണെന്ന് പറയാം. ഇമോഷണലി നമ്മളെ വല്ലാതെ കണക്ട് ചെയ്യുന്നുണ്ട്. ഒരു ഓവറോൾ പറയട്ടെ, മറ്റൊന്നുമല്ല, ഒരു അഭയാർത്ഥി എങ്ങനെയാണ് അഭയാർത്ഥിയായി മാറുന്നത് എന്ന് നമുക്ക് കാണിച്ചു തരുന്ന ഒരു റിയൽ മെസ്സേജ് ഉള്ളൊരു മൂവിയാണ് രാജ്കുമാർ ഹിരാനിയുടെ ഡങ്കി എന്ന് പറയുന്നത്. ഈ സിനിമയെക്കുറിച്ച് ഒരുപാട് പറയേണ്ടി വരും. ഒരുമിച്ച് യാത്ര ചെയ്യുന്ന അഭയാർത്ഥികൾ എങ്ങനെയാകുന്നു എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു യാത്രയാണ് ഇതിൽ കൂടുതലും എടുത്തു കാണിച്ചിരിക്കുന്നത്. അതിൻ്റെ വിഷ്വൽസ് ഒക്കെ എന്ന് പറയുന്നത്, അതാണ് മേക്കിങ്ങിനെ കുറിച്ച് നേരത്തെ പറഞ്ഞത്. വിഷ്വൽസ് എന്ന് പറയുന്നതും അതിമനോഹരമായിട്ട് നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട്. രാജ്കുമാർ ഹിരാനിയുടെ ചിത്രങ്ങളിൽ നമ്മൾ കണ്ടിട്ടുള്ള വളരെ രസകരമായിട്ടുള്ള ഒരു ചെറിയ പോയിന്റ് എന്ന് പറയുന്നത്, അദ്ദേഹം നറേഷനിലൂടെ വളരെ സാവകാശം ആരംഭിച്ചുകൊണ്ട് പിന്നീട് ആ ചിത്രത്തിലേക്ക് നമ്മളെ ആ ഒരു സമയദൈർഘ്യം പോലും ഓർമ്മപ്പെടുത്താത്ത തരത്തിൽ കൊണ്ടുപോകും എന്നുള്ളത് തന്നെയാണ്. ഇത്രയും ദൈർഘ്യമുള്ള ഒരു പടത്തെ ഒരു ചെറിയ രീതിയിൽ പോലും ലാഗ് അനുഭവിപ്പിക്കുകയോ അല്ലെങ്കിൽ ഇത് കുറച്ച് നീണ്ടുപോയെന്ന് നമ്മളെ കൊണ്ട് തോന്നിപ്പിക്കാതെ അങ്ങനെ വല്ലതും വന്ന് നമ്മൾ ഉടനെ പ്രതികരിക്കുന്ന ആൾക്കാരാണല്ലോ. അതുകൊണ്ടാണ് എടുത്തു പറഞ്ഞത്, ഇത്രയും ദൈർഘ്യമുള്ളൊരു സിനിമ തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ എവിടെയും ചെറിയൊരു ലാഗ് പോലും ഇല്ലാതെ ഗംഭീരമായിട്ട് ആ നറേഷനിലൂടെ പിന്നെ ആ ചിത്രത്തിൻ്റെ ആ ഒരു കഥയിലൂടെ നമ്മൾ കൊണ്ടുപോയി എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു വിഷ്വൽ ക്വാളിറ്റി തന്നെയാണ്. ലണ്ടനിൽ പോകാൻ ആഗ്രഹിക്കുന്ന 4 സുഹൃത്തുക്കളുടെ കഥയാണ് ഡങ്കി പറയുന്നത്. ബൊമ്മൻ ഇറാനി, വിക്കി കൗശൽ, നായികയായി തപ്സി പന്നു. ഗംഭീരമായിട്ട് നായിക റോൾ കൈകാര്യം ചെയ്തിട്ടുണ്ട് തപ്സി, ആസ് യൂഷ്വൽ തന്നെ. ശരിക്കും ഡങ്കി എന്ന പേര് പലപ്പോഴും ഞാൻ ഉൾപ്പെടെ ചിന്തിച്ചു, എന്താണ് ഈ ഡങ്കി? ഇല്ലീഗൽ ആയിട്ടുള്ള ഒരു വഴിയിലൂടെ നമ്മൾ യാത്ര ചെയ്യുന്നതിനെയാണ് ഡങ്കി എന്ന് പറയുന്നത്. ലണ്ടനിലേക്ക് ഇവർ പോവുകയാണല്ലോ, അപ്പോൾ ഇല്ലീഗൽ ഇവർ പോവാണ്. ശരിക്കും ഈ ഒരു സിനിമയിലെ ഏറ്റവും ഒടുവിൽ നമുക്കൊരു വലിയ മെസ്സേജ്, സാധാരണ നേരത്തെ പറഞ്ഞ പോലെ രാജ്കുമാർ ഹിരാനിയുടെ അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ എല്ലായ്പ്പോഴും നമുക്ക് കിട്ടുന്ന ഒരു മെസ്സേജ് എന്നതിൽ ഈ ചിത്രത്തിലുള്ളൊരു മെസ്സേജ് അത് തന്നെയാണ്. ഈ അഭയാർത്ഥികൾ എങ്ങനെ ഉണ്ടാവുന്നുള്ളത്. കാശുള്ളവൻ, മില്യൻസും ഒക്കെ കയ്യിലുള്ളവൻ സിറ്റിസൺഷിപ്പ് നേടാൻ അവന് എളുപ്പമാണ്, കാരണം കയ്യിൽ കാശുണ്ട്. അത് ഇല്ലാത്തവൻ എന്ത് ചെയ്യും? അവൻ അഭയാർത്ഥിയായിട്ട് മാറുകയാണ് എന്നുള്ളൊരു വലിയ മെസ്സേജ്. നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ലല്ലോ. അങ്ങനെ ഒരു മെസ്സേജ് തരുന്നൊരു മൂവിയാണ് ഡങ്കി എന്ന മൂവി. മനോഹരമായ ഡങ്കി മൂവിയുടെ വിഷ്വൽസ് നമുക്ക് സമ്മാനിച്ചത് ഏറ്റവും അഭിമാനത്തോടെ പറയട്ടെ മലയാളി കൂടിയായ CK മുരളീധരനാണ്. അദ്ദേഹത്തോടൊപ്പം മനുഷ് നന്ദൻ, അമിത് റോയ് എന്നിവരും ചേർന്ന് ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നു. പാട്ടുകൾ എപ്പോഴും ഒരു ഹരം തന്നെയാണ്. ഡങ്കി മൂവിയിലെ പാട്ടുകൾ ചെയ്തിരിക്കുന്ന അത്ര മനോഹരമായിട്ടുള്ള പാട്ടുകൾ നമുക്ക് സമ്മാനിച്ചിരിക്കുന്നത് പ്രീതമാണ്. ഒരുപാട് കഥാപാത്രങ്ങളുള്ള ഒരു സിനിമയാണ് എന്ന് പ്രതീക്ഷിക്കരുത്. ഒരുപാട് കഥാപാത്രങ്ങളെ കുത്തി നിറച്ചിട്ടില്ല. പക്ഷെ ഉള്ള കഥാപാത്രങ്ങളെല്ലാം അവരുടേതായിട്ടുള്ള ഇത് അഭിനയമാണോ അല്ലെങ്കിൽ ഇതൊരു സിനിമയാണോ എന്ന് പോലും നമ്മളെ തോന്നിപ്പിക്കാത്ത തരത്തിൽ അവരുടെ അഭിനയം ഈ ഡങ്കി എന്ന മൂവിയിൽ കാഴ്ചവെച്ചിട്ടുണ്ട്. പിന്നെ ഷാരൂഖ് ഖാനെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. എത്ര പറഞ്ഞാലും നമുക്ക് മതിയാവില്ല അദ്ദേഹത്തിനെ കുറിച്ച്. അദ്ദേഹത്തിൻ്റെ ഒരു മാസ് ആക്ഷൻ പരിവേഷമൊക്കെ ഉണ്ടല്ലോ പല സിനിമകളിൽ. ഇപ്പോൾ പഠാനായാലും ജവാനായാലും ഒക്കെ നമ്മൾ കണ്ടതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള 2 ക്യാരക്ടേഴ്സ് ഉണ്ട്. ഇതിലൊരു ഓൾഡ് ലുക്കൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ എന്ത് നാച്ചുറലായിട്ടാണ് പുള്ളി ചെയ്തിരിക്കുന്നത് എന്നുള്ളത് സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും, മനസ്സിലാകും. ഓവറോൾ നോക്കുകയാണെങ്കിൽ വിഷ്വലി ആണെങ്കിലും അഭിനയത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും നമുക്ക് തന്നിരിക്കുന്ന മെസ്സേജിൻ്റെ കാര്യത്തിലാണെങ്കിലും ഇവരുടെ ഒക്കെയും ഓരോ ഇമ്പോർട്ടൻസ് വഹിച്ചിട്ടുള്ള ഒരു ക്യാരക്ടറിൻ്റെ കാര്യത്തിലാണെങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതിലും അപ്പുറം തന്നെയാണ്. 1000 കോടി കടന്നതാണ് കഴിഞ്ഞ ചിത്രമെങ്കിൽ ഇതും അതിനേക്കാൾ മികച്ചതായി കോടി ക്ലബിലേക്ക് കയറും എന്നുള്ളത് ഉറപ്പുള്ളൊരു കാര്യമാണ്. ഡങ്കി മൂവി മിസ് ചെയ്യാതെ കാണുക.